ും RSS അടക്കമുള്ള സംഘപരിവാർ സംഘടനകൾ അവർ ജനങ്ങളിൽ നിന്നും പിരിവ് നടത്തി മറ്റെല്ലാ ഭക്തജനങ്ങളും വിശ്വാസം അർപ്പിച്ച ഒരു ക്ഷേത്രമാണ് രാമക്ഷേത്രം. ആ കാണിക്കയിലിട്ടിരിക്കുന്ന സംഭാവനകളാണ് ഇപ്പം കൊള്ളയടിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന സാധാരണക്കാരായ ഭക്തജനങ്ങൾ, നമ്മുടെ കേരളത്തിലടക്കമുള്ള ഭക്തജനങ്ങൾ അവരുടെ പാവപ്പെട്ടവരുടെ ഭാഗമായി അവർ സംഭരിച്ച പണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം അമ്പലത്തിലേക്ക് നൽകിയതാണ്. ഇപ്പോൾ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത് സ്വർണവും കൊള്ളയടിക്കപ്പെട്ടു, പണവും കൊള്ളയടിക്കപ്പെട്ടു. ഈ കൊള്ള നടത്താൻ അനുവാദം കൊടുക്കുകയും അതിന് എല്ലാവിധ പ്രേരണ ശക്തിയുമായത് അവിടുത്തെ ട്രസ്റ്റ് ഭാരവാഹികൾ തന്നെയാണ്. ആരാണ് ട്രസ്റ്റ് ഭാരവാഹികൾ? ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് മേൽനോട്ടം വഹിച്ച് നിയമിച്ചിട്ടുള്ള ആളുകളാണ് ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ. കേന്ദ്ര ഗവൺമെൻറ്റാണ് നിയമിച്ചിരിക്കുന്നവരെ. സുപ്രീം കോടതി മേൽനോട്ടത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റാണ് സ്ഥലം അവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്രയും വലിയ കൊള്ള നടന്നിട്ടും പ്രധാനമന്ത്രി മൗനമാണ്, ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ഇന്ത്യയിലെ കോടാനുകോടി ഭക്തജനങ്ങളെ മനസ്സിനെ ഏറ്റവും വേദനിപ്പിച്ച അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പോലും അതിൻ്റെ നടത്തിപ്പുകാർ തന്നെ നേരിട്ട് മുൻകൈയിട്ട് നടത്തുന്ന ഈ കൊള്ള കണ്ടിട്ട് ആളുകൾ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. പ്രൈം മിനിസ്റ്റർക്ക് മിണ്ടാട്ടമില്ല, ഒരക്ഷരം മിണ്ടുന്നില്ല, ഹോം മിനിസ്റ്റർ മിണ്ടുന്നില്ല. അവിടെ ഒരു SIT അന്വേഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ SIT എന്ന് പറയുന്ന പാവപ്പെട്ട കുറേ ജീവനക്കാരെ അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കണം. ഞാൻ പറയാം, അവരെ മാത്രമാണോ ഈ കുറ്റം? അവർ വിചാരിച്ചാൽ മാത്രമേ ഈ കുറ്റം നടത്താൻ പറ്റുമോ? VHP അതിൻ്റെ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി രാജിവെച്ചു. VHP നേതാവ് ട്രസ്റ്റ് രാജിവെച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ ഉത്തരവാദിത്വം ട്രസ്റ്റിന് തന്നെയാണ് പൂർണ്ണമായിട്ടും. ആ ട്രസ്റ്റ് ഇതുവരെ പിരിച്ചുവിടപ്പെട്ടിട്ടില്ല. ആ ട്രസ്റ്റ് മിനുക്കുപണികൾ നടത്തി മുന്നോട്ട് പോവുകയാണ്. കുറ്റവാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന ഏർപ്പാടിലാണ് കേന്ദ്ര സർക്കാർ ഉള്ളത്, സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ.